ഹലോ ഗൈസ്, എല്ലാവർക്കും പരിതോഷ് ഷോയുടെ എത്രാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയ നടക്കുന്ന എല്ലാ കോണേഡിയും ഒരു കുടക്കീഴിൽ. ഈ വീഡിയോ നമ്മൾ രണ്ട് സെഗ്മെന്റ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് സോഷ്യൽ മീഡിയ കോൺട്രവേഴ്സീസ്, പിന്നെ ഇൻസ്റ്റാഗ്രാം കോണേഡി. സോ നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റ് സോഷ്യൽ മീഡിയ കോൺട്രവേഴ്സീസ്. ഗൈസ്, മനാഫിക്കയുടെ ചാനൽ ഒറ്റ ദിവസം കൊണ്ട് 400K സബ്സ്ക്രൈബേഴ്സ് എത്തി. 10K എന്ന് എനിക്കൊരു വർഷം വേണ്ടി. ബൈ ദ വേ, താങ്ക്സ് ഫോർ ദി 400K ഗൈസ്. മനാഫിക്ക താങ്ക്സ് പറയേണ്ട അർജുന്റെ ഫാമിലിക്കാണ് ഗൈസ്. അതൊരു പ്രസ് മീറ്റിംഗ് ആയിരുന്നില്ല, മനാഫിക്കയുടെ ചാനലിനുള്ള ഗോൾഡൻ പ്ലേ ബട്ടൺ ആയിരുന്നു. മാർസിൽ ജീവിക്കുന്നതിന്റെ 7 സബ്സ്ക്രൈബേഴ്സിന് ചിലപ്പോൾ മനാഫിക്കാരാന്ന് അറിഞ്ഞിട്ടല്ലോ, പക്ഷെ ഞാൻ പറഞ്ഞുതരാം. ലോറി ഡ്രൈവറായ അർജുൻ മിസ്സായ കാര്യം നിങ്ങൾ എന്തായാലും അറിയണ്ടാവും. അത് നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ സോളാർ സിസ്റ്റത്തിലല്ല ജീവിക്കുന്നത്. അങ്ങനെയുള്ളവർ എന്റെ വീഡിയോ കണ്ട ബോസ് DK. ആ അർജുന്റെ ലോറിയുടെ ശരിക്കുള്ള ഉടമയാണ് മനാഫിക്ക. മനാഫിക്കയുടെ യൂട്യൂബ് ചാനലിന്റെ പേരും അതാണ്, ബ്രോ നോ ദ ബിസിനസ്. എന്നിട്ട് എന്താ, പുള്ളിക്കാരൻ യൂട്യൂബിലും മീഡിയയിലൊക്കെ ഫേമസ് ആയി ബിക്കോസ് ഓഫ് ദി സംസാരിക്കാനുള്ള കഴിവ് ഓഫ് ദി മനാഫിക്ക. പുള്ളിക്കാരന്റെ സംസാരം കേട്ട വിൻലാൻ സാഗി എന്ന് വന്ന ക്യാരക്ടർ പോലെയാണ്. ഇടയിൽ കൂടെ വേറൊരാൾ അടി വാങ്ങി പോയിട്ടുണ്ടായിരുന്നു. ഗണ്ണാപ്പിക്ക് പുതിയൊരു ടൈറ്റിൽ കാർഡും കിട്ടി, സ്റ്റാർ. 2024 സീക്രട്ടേഴ്സിന്റെ ഡിപ്രഷൻ ആർക്കാണ് ഗൈസ്. എങ്കപ്പാത്താള് അടി. നമ്മുടെ ഹ്യൂമൻ ഹിസ്റ്ററി തന്നെ വൺ ഓഫ് ദി ആദ്യത്തെ ഫാൻ ഫൈറ്റ് എന്ന് പറയുന്നത് ഹിന്ദു വേഴ്സസ് മുസ്ലിമാണ്. നെവർ എൻഡിങ് ഫാൻ ഫൈറ്റ്. അതിന് ഇത് കൂടെ കലത്താൻ നോക്കണ്ട കുറെ പേര്. ദാറ്റ് ഈസ് ദ റിയൽ പ്രോബ്ലം. അർജുന്റെ ഫാമിലിക്ക് ഇപ്പോൾ സൈബർ ബുള്ളിങ് അറ്റ് ഇറ്റ്സ് പീക്ക് ആയിരിക്കും. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു 2H സോഡാണ്. അതായത് അത് പിടിക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ഗൈസ്, നമ്മുടെ സോണി മ്യൂസിക് എന്ന ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ഒരു ടെസ്ല ഫാൻ ബോയ് ഹാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോണി കമ്പനിക്ക് ഒരുപാട് പിടിപാടുള്ളത് കൊണ്ട് 2 മണിക്കൂറിൽ തന്നെ സംഭവം കറക്റ്റ്. സോണിക്ക് ഭയങ്കര ഇൻസൾട്ട് ആയെന്നാണ് കേട്ടിരിക്കുന്നത്. 2 ദിവസത്തിനുള്ളിൽ മിക്കവാറും ഹാക്കർ മാമിനെ തൂക്കും. ഗൈസ്, ബാക്കി വീഡിയോയിലോട്ട് മുമ്പ് എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ ആദ്യത്തെ പരിപാടിയാണ്. അതിന് ഞങ്ങൾ എന്തിനു സപ്പോർട്ട് ചെയ്യുന്നു? പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നില്ല, ചാരിറ്റിക്ക് വേണ്ടിയല്ലോ. അപ്പൊ ഈ കാണുന്ന അച്ചാർ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഞങ്ങളുടെ ഈ വീടിന്റെ ഇത് വെച്ച് കുടിൽ വ്യവസായമായിട്ടാണ് ഞങ്ങൾ ലൈസൻസ് പ്രോപ്പർ ആയിട്ടാണ് നമ്മൾ ചെയ്തത്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് പോലീസുകാർക്ക് ഇടയ്ക്ക് വന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ തോന്നുന്നത്. 90 കിലോ ചിക്കൻ മേടിച്ചിട്ട് കൂടുതൽ ഗ്രേവി ഉണ്ടാക്കി കൂടുതൽ പാക്കറ്റ് നിറയ്ക്കാനല്ല നമ്മൾ ശ്രമിച്ചത്. കൂടുതൽ കഷ്ണങ്ങളോട് കൂടുതൽ ഗുണനിലവാരം കൂടി ഉണ്ടാക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. പറയാനായിട്ടൊന്നും അതിനകത്തുനിന്ന് 200 ഗ്രാമിന്റെ ലെഗ് പീസാണ് കിട്ടാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ സാധനം. ഈ അച്ചാർ മേടിക്കുന്നവർക്ക് ഈ കാണുന്ന പിക്കിള് തികച്ചും സൗജന്യം. 900 ഗ്രാമിന് സൗജന്യമായിട്ട് 100 ഗ്രാം നാരങ്ങ അച്ചാർ 100-120 വരും കേട്ടോ. അത് ഞങ്ങളെ വലിയ തൂക്കം നോക്കിയില്ല, കാരണം തൂക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ചെറുനാരിയുടെ വലിപ്പമുള്ള ലൊട്ട സാധനത്തിൽ എത്ര അച്ചാറുണ്ടാവുന്ന കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഈ കാണുന്ന അച്ചാറിന് 600 രൂപയാണ്. ഈ കാണുന്ന അച്ചാറിന് 1200 രൂപയാണ്. ബ്രോ, 1200 രൂപയാണെങ്കിൽ 10 കിലോ ചിക്കൻ വാങ്ങാലോ. ഓരോ സംഭവങ്ങളായിട്ട് ഞാൻ പരിചയപ്പെടുത്താം. കമാൻ. അതായത് ഇത് ഒടിയുപ്പ്, പിന്നെ അതേപോലെ തന്നെ ഗ്രീൻ ചില്ലി. ഇതാണ് ഗ്രീൻ ചില്ലി. പിന്നെ അതേപോലെ തന്നെ കടുക്, അതേപോലെ തന്നെ ഈ കാണുന്ന മഞ്ഞള്. മഞ്ഞപ്പൊടിയിൽ പട്ടി സീലിട്ട് പോയിരിക്കുന്നു ഗൈസ്. ഇതിനാണ് ഷെഫിന്റെ സിഗ്നേച്ചർ മൂവ് എന്ന് പറയാ. ഗൈസ്, ഫൈനലി നമുക്ക് അച്ചാർ ഷെഫിനെ കിട്ടി. നോക്കൂ, അങ്ങനെ ഭയങ്കര കുസൃതിയാണ്. അങ്ങനെ ഇവനോട് ഒരു കൂടുതൽ അറ്റാച്ച്മെന്റ് തോന്നിയതും ഇങ്ങനെ ഒരു ടോപ്പ് ക്വാളിറ്റി ഒരു സാധനത്തിന് കിട്ടിയത് ഞങ്ങൾ. ആ അച്ചാർ വാങ്ങിക്കഴിച്ച എല്ലാവർക്കും എന്റെ പ്രാർത്ഥന എന്നും കൂടെ ഉണ്ടാവും. ഗൈസ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടത് ഇൻഡസ്ട്രിയിലെ ആണുങ്ങളെ പൂട്ടിക്കാനാണ്. പക്ഷെ ഇപ്പൊ അവസാനം പരാതി കൊടുത്തവരാണ് ജയിലിൽ പോകുന്നത്. മുകേഷിനെതിരെ പരാതി നൽകിയ നടിക്കെതിരെ ബന്ധുവായ യുവതി നൽകിയ പരാതിയിൽ കേസെടുത്തു. പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പരാതി കൊടുക്കാൻ വന്ന ആളുകളാണ് അവസാനം ജയിലിൽ പോകുന്നത്. ബാലചന്ദ്രൻ മേനോൻ, മുകേഷ്, ലെന, ഇവരൊക്കെ ഒന്നും ചെയ്യേണ്ട തന്നെ മലയാള ഇൻഡസ്ട്രിയിൽ കംബാക്ക് അടിച്ചു ചേച്ചി. ഗൈസ്, നമ്മുടെ സോഷ്യൽ മീഡിയ അപരാധങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മുടെ രണ്ടാമത്തെ സെഗ്മെന്റ് കോണേഡി ഓൺ ഇൻസ്റ്റഗ്രാം. എന്തിന്റെ കേടാവോ, എന്തിന്റെ കേടാവോ, എന്തിന്റെ കേടാവോ, പെണ്ണിന് എന്തിന്റെ കേടാവോ. MVD ഫൈന് കിട്ടാത്തതിന്റെ കേട് വേറെ എന്തിന്റെ. കാമുകിയോട് എന്നോട് കളിക്കണ്ടെന്ന് പറയണ ലോകത്തിലെ ആദ്യത്തെ കാമുകൻ. ഹാറ്റ്സ് ഓഫ് ടു യു ബ്രോ. ഇവിടുത്തെ മഴ മാറി, അതുകൊണ്ട് ഞങ്ങൾ പള്ളിയിൽ പോവുക. പൊക്കോളൂ, വരുമ്പോ കോലൂട്ടായി മേടിച്ചിട്ട് വരണേ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാമേ. ആയിക്കോട്ടെ. എന്റെ ചാനൽ 500K അടിക്കാൻ വേണ്ടി കൂടി പ്രാർത്ഥിക്കണേ. പാന്റിന്റെ സിബ് അടിക്കണ പോലെ അവൻ വെറ്റിലിട്ട് വെക്കണേ. മാറില്ലെന്ന് പറയുമ്പോ അവൻ ചന്തിക്ക് തടാണു ഗൈസ്. എന്തോന്നട നിപ്പിളിന് ഫിംഗർ ചെയ്യണ ഗൈസ്. ആരെങ്കിലും ജാമ്യം എടുത്തു തരാണെങ്കിൽ ഞാൻ തന്നെ പോയി തീർത്തിട്ട് വരാം. ഇതിൽ കൂടുതൽ സന്തോഷമൊന്നും വേലായുധൻ ആഗ്രഹിച്ചിട്ടില്ല കേളപ്പെട്ട. മരത്തിന് പുതപ്പിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഇവൻ എന്തോന്ന് ചെയ്യണം? മരത്തിനെ ബലാത്സംഗം ചെയ്യുന്ന ഇവനൊക്കെ വനവകുപ്പ് പോയിട്ട് പീഡന കേസിന് പരാതി കൊടുക്കണം. 11 साल के नहीं है जी, 15-16 साल के हो गया है. 15 साल में शादी होता है किसी को? काहे नहीं होता है. ഗൈസ്, 30 വയസ്സുള്ള ചേച്ചിനെ ഒരു 15 വയസ്സുള്ള ചെറിയ ചെക്കൻ കല്യാണം കഴിച്ചു. ആൻഡ് ഹിയർ ഈസ് മീ, 20 വയസ്സായി.
ഇപ്പോഴും ഒരു പെണ്ണിന്റെ കൈ പിടിച്ച് നടക്കുന്ന ഫീലിംഗ് കൂടി എനിക്കറിയില്ല. ഇത് പറയുമ്പോൾ എല്ലാവരും പറയും വിഷമിക്കണ്ടടാ, ഒരു ദിവസം വരുവോടാ, ഒരു ദിവസം വരണോ, ഒരു ദിവസം വരാൻ പോണ ആൾ ഇയാളായിരിക്കും. ഗൈസ് കുറച്ച് ദിവസം മുമ്പ് റീൽ ഞാൻ കണ്ടു. അത് കണ്ടിട്ട് ഞാൻ എന്തോ സ്റ്റക്കായി നിന്നു കുറച്ച് നേരം. അങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബ്രോ ഈസ് ലിറ്ററലി ദ 90% ഓഫ് ദി പോൺ ഹബ് യൂസേഴ്സ്. കുറേ പേരിങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് പേരെങ്കിലും പോൺ അഡിക്റ്റ് ആയിരിക്കും, എനിക്കറിയാം. പോൺ അഡിക്ഷൻ മാറാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് ടു ബി ഇൻ എ റിലേഷൻഷിപ്പ്. വേറെ വഴിയുണ്ട് ലെസ്റ്റിനെ ഡിഫീറ്റ് ചെയ്യാൻ, ബട്ട് യു ഹാവ് ടു ചൂസ് ദ ഹാർഡ് പാത്ത്. ഇപ്പോൾ വിൻ്റർ വർക്കില്ല, അടുത്ത മാസം നവംബറുണ്ട്. ജിമ്മിൽ പോവുക, വെള്ളം കുടിക്കുക, ഡേറ്റ് ചെയ്യുക മീൻസ് ഡേറ്റ് ഫുഡ്. കഴിഞ്ഞ വർഷം എന്തൊക്കെയാണ് ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒന്നും ചെയ്യാണ്ട് ചൊറിയും കുത്തി ഇരിക്കാന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇനിയുണ്ട്, നമ്മൾ തോറ്റിട്ടില്ല ഗൈസ്. ഇനി 3 മാസമുണ്ട്. സോ you have the time, so make the right decisions and always remember men are brave. Bye bye, tata, bye bye.